എൻ്റെ പേര് ജസ്മിത് കൗറാണ്. ഞാൻ പഞ്ചാബിയാണ്, മലയാളിയല്ല. പക്ഷേ എനിക്ക് മലയാളം കഴിഞ്ഞ് 15 വർഷം കൊണ്ട് എനിക്ക് മലയാളം ലാംഗ്വേജ് അറിയാം. ദൈവം അതിനു വേണ്ടി സഹായിച്ചു. ഞാൻ 1-2 സാക്ഷ്യങ്ങൾ പറഞ്ഞ് ഞാൻ ഇരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ സിഖ് ബാക്ക്ഗ്രൗണ്ടിലാണ്. സിഖ് ആൾക്കാർ ഈ തലയിൽ കെട്ടുന്ന അങ്ങനത്തെ ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ്. എൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് പറയുകയാണെങ്കിൽ പൊളിറ്റിക്കൽ ഫാമിലിയാണ്. മൻമോഹൻ സിംഗ് എൻ്റെ മമ്മീൻ്റെ കസിനാണ്. അപ്പോൾ ആ ഫാമിലിയിൽ ജനിച്ച് വളർന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അങ്ങനെ ദൈവം കഴിഞ്ഞ് 19 വർഷമായി നമ്മൾ യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുന്നത്. ഈ 19 വർഷം മുന്നേ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ സിഖായിരുന്നു. അപ്പോൾ നമുക്ക് സാമ്പത്തികമായിട്ടും ഒരു കാര്യത്തിൽ നമുക്കൊരു കുറവില്ലായിരുന്നു. നമുക്ക് 3 വലിയ വില്ല ഉണ്ടായിരുന്നു, ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ടായിരുന്നു. ഒന്നിനും കുറവ് നമുക്കില്ലായിരുന്നു. ഫൈനാൻഷ്യലി നമ്മൾ ഒത്തിരി നമ്മളെ പ്ലേസിൽ ഒത്തിരി റോയൽ ഫാമിലി ആയിരുന്നു. പക്ഷെ നമുക്ക് ഒത്തിരി സാമ്പത്തികം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ ലൈഫിൽ സമാധാനം ഇല്ലായിരുന്നു. അങ്ങനെ ഇതെല്ലാം നമ്മുടെ ലൈഫിലുണ്ടായിട്ടും നമ്മുടെ ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ കയറി വരാൻ തുടങ്ങി. അങ്ങനെ ഒന്നുമാറി പല പ്രശ്നങ്ങളുടെ നടുവിൽ നമ്മൾ കിടന്നുപോയി. നമ്മൾ ചിന്തിച്ചില്ല ഒരിക്കൽ നമ്മൾ ആ ഒരു താഴ്ചയിൽ നമ്മൾ പോകും. കാരണം നമ്മൾ ഏറ്റവും മേലിൽ ഉയർന്നത് അത്ര വലിയ ഫാമിലിയിൽ ഇരിക്കുന്ന, അപ്പം നമുക്ക് ഒന്നിനും കുറവില്ലാത്ത ഒരു വ്യക്തിൻ്റെ ലൈഫിൽ പെട്ടെന്ന് എന്തെങ്കിലും വന്നാണെങ്കിൽ സഹിക്കാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ സാമ്പത്തികമായിട്ട് ഒത്തിരി അനുഗ്രഹമുള്ള ആളാണെങ്കിലും അപ്പം നമ്മുടെ ലൈഫിൽ സമാധാനം ഇല്ലായിരുന്നു. അപ്പോൾ നമ്മൾ ഓരോരോ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ കയറി വരാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ ഈ പ്രശ്നങ്ങൾ വന്ന സമയത്ത് നമ്മൾ ഒത്തിരി സാമ്പത്തികമായിട്ട് ഉയർച്ചയിലുള്ള സമയത്ത് ഈ നമ്മളെ ബന്ധുക്കളും നമ്മളെ അയൽവക്കാരും ഇങ്ങനെ നമ്മളോട് ഭയങ്കര അവർക്ക് കുശുമ്പും വൈരാഗ്യവും നമ്മളോട് ഉണ്ടായി. അങ്ങനെ ഉണ്ടായത് കൊണ്ട് അങ്ങനെ കുറേ ആഭിചാരമിൻ്റെ ശക്തികൾ നമ്മുടെ ജീവിതത്തിൽ ഭരിക്കാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ കുറേ ആഭിചാരമൊക്കെ അവർ നമുക്ക് ചെയ്തു. അങ്ങനെ ആ ആഭിചാരൻ്റെ ശക്തി അത്രമാത്രം നമ്മൾ മരണത്തിൻ്റെ ആ വക്കത്തിലും നമ്മളെ കൊണ്ടുപോയി. അതിൻ്റെ കൂടെ നമ്മളെ വീട്ടിൻ്റെ അപ്പുറത്തുള്ള ഒരു പുള്ളിക്കാരന് ഫാനിൽ തൂങ്ങി മരിച്ച് എഴുതി പോയത് കാര്യം ഞാൻ മരിക്കുന്നത് ഈ വിഷയമാണ്. പക്ഷേ ആ സൂസൈഡ് നോട്ട് എൻ്റെ പപ്പാൻ്റെ സ്വന്തം മൂത്ത ചേട്ടനും പിന്നെ ഈ മരിച്ച പുള്ളിക്കാരൻ്റെ അമ്മ കൂടെ ചേർന്നൊരു പുതിയ നോട്ടുണ്ടാക്കിയിട്ട് അതിൽ എഴുതിയതിൻ്റെ എൻ്റെ പപ്പയും മമ്മി കാര്യം കൊണ്ടാണ് ഞാൻ മരിക്കുന്നത്. അങ്ങനെ ഈ കള്ള നോട്ടുണ്ടാക്കി. ഈ കള്ള നോട്ട് പോലീസിൻ്റെ കയ്യിലൊക്കെ എത്തിപ്പിച്ചു. അങ്ങനെ പല പ്രശ്നങ്ങളുടെ നടുവിൽ പോയി. പക്ഷേ ദൈവത്തിൻ്റെ ഈ കാര്യങ്ങൾ സത്യം അറിയായിരുന്നു. അങ്ങനെ നമ്മൾ വിശ്വാസി വന്ന ശേഷമാണ് ഈ വിഷയത്തിൽ നമുക്ക് വിടുതൽ കിട്ടിയത്. അങ്ങനെ നമ്മൾ കാര്യം വചനം പറഞ്ഞുകൊണ്ട് സത്യം നിന്ന് എന്താണ് വിടുവിക്കും. അങ്ങനെ സത്യം നമ്മളെ വിടുവിച്ചതാണ്. ഈ വിഷയങ്ങൾ നമ്മുടെ ലൈഫിൽ ഭയങ്കരമായിട്ട് ഭരിക്കാൻ തുടങ്ങി. ആഭിചാരൻ്റെ ശക്തി ഒത്തിരിയായി. നമ്മൾ വീട്ടിൻ്റെ ഫ്രണ്ടിലാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ വീട്ടിൻ്റെ അകത്താണെങ്കിൽ ചുമരിലാണെങ്കിലും ആ ചുമരിൽ ഇപ്പം ഒരു ഫോട്ടോ ആയിട്ട് കാണുന്ന, പക്ഷേ അടുത്ത നിമിഷം ആ ഫോട്ടോ ആയിട്ടല്ല കാണുന്ന, ഫുൾ രക്തമായിട്ടൊക്കെ കാണും. ആ രക്തം ഇങ്ങനെ ഒഴുകി ഇങ്ങനെ താഴേക്ക് പോകും. അങ്ങനെ അടുത്ത നിമിഷം ആ ഫോട്ടോ ആയിട്ട് കാണും, രക്തമൊന്നും കാണത്തില്ല. വീട്ടിൻ്റെ ഏത് സ്ഥലത്തിലും എവിടെ നിൽക്കുകയാണെങ്കിൽ അവിടെ പാമ്പ് കയറി ഇങ്ങനെ പൊങ്ങി നിൽക്കും. അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ ഇങ്ങനെ നമ്മൾ ലൈഫിൽ ഭരിക്കാൻ തുടങ്ങി. അങ്ങനെ വീട്ടിൻ്റെ പുറത്തിലാണെങ്കിൽ ഒരു റെഡ് കളറിൻ്റെ തുണീൻ്റെ അകത്ത് എന്തെങ്കിലും സാധനങ്ങൾ കാണും. അതിനെ എടുത്ത് മാറ്റുന്നത് ആളാണ് അവർക്ക് വയ്യാവുന്നത്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ലൈഫിൽ ഇങ്ങനെ വന്നു. ഇനി എന്താ ചെയ്യാൻ മുന്നോട്ട് അറിയില്ല. ഇങ്ങനെ നമ്മുടെ ഈ അവസ്ഥ പ്രതിദിനം മോശമായിക്കൊണ്ടിരുന്നു. പിന്നെ നമ്മൾ ഷോപ്പുണ്ട്. ഈ ഷോപ്പിൽ സാധനം വാങ്ങിക്കാൻ ആരോ വരില്ല. ഈ വരുന്ന സാധനങ്ങളൊക്കെ എല്ലാം ചീത്ത ആയിക്കൊണ്ടിരിക്കുന്നു. ഒരു ചീത്തായി നമുക്ക് അതിനെ കളയാൻ വേണ്ടി ഇടയാവുന്നുണ്ട്. അങ്ങനെ ഒന്നുമില്ലാത്ത നമ്മൾ വെറും ശൂന്യം ആകേണ്ട ഒരു നമ്മളെ അവസ്ഥ ആയിപ്പോയി. അങ്ങനെ നമ്മൾ കൈവിട്ട് ഈ 3 വീടുണ്ട്, ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ട്. ഈ 3 കാര്യങ്ങൾ നമ്മൾ കയ്യിൽ ഒന്നായിട്ടാണ് നമ്മൾ കൈവിടാൻ വേണ്ടി ഇങ്ങനെ തുടങ്ങി. അങ്ങനെ ഈ കൈവിടാൻ വേണ്ടി തുടങ്ങിയത് ഈ സമയം നമ്മൾ നമ്മൾ ആ സമയം ഗുരുദ്വാരയിൽ തന്നെ പോവുകയുള്ളൂ. അങ്ങനെ ആ ഗുരുദ്വാരയിൽ പോകുമ്പോൾ നമുക്ക് ഒരു ലൈഫിൽ ഒരു സമാധാനം ഇല്ല, ഒരു സന്തോഷമില്ല. മൊത്തം തകർച്ചയാണ് കാണുന്നുണ്ട്. ഒരു വിടുതലും നമുക്ക് സംഭവിക്കുന്നില്ല. അങ്ങനെ നമ്മൾ ഇത്ര മോശമായിട്ട് കിടന്ന് പോയിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ പപ്പാൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞ്, നിനക്ക് ഇത്ര ബുദ്ധിമുട്ടൊക്കെ കിടന്ന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, നിനക്കൊരു മാറ്റമില്ല, ഒരു കാര്യം ചെയ്യേ, നീ നമ്മളെ മതത്തിൻ്റെ അടുത്ത് വരണം, അവിടെ വരുമ്പോൾ എല്ലാം ശരിയാകും. അങ്ങനെ നമ്മളെ അവസ്ഥ ശരിയാകും. പല മതങ്ങളുടെ അടുത്ത് പോയി അവർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എല്ലാം നമ്മൾ ചെയ്തു നോക്കി. അങ്ങനെ അവർ പറയുന്നുണ്ട്, നിങ്ങൾ സൂര്യനെ വെള്ളം കൊടുക്കണം, എല്ലാ തിങ്കളാഴ്ച ഉപവസിക്കണം,
ഉപവസിക്കണം, സെക്കൻഡ് ലാസ്റ്റ് വരുന്നതിലൂടെ വെള്ള സ്റ്റോൺ ഇടണം, അങ്ങനെ പറഞ്ഞ് കുറേ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യണം. അതെല്ലാം നമ്മൾ ചെയ്തു. അവർ പറഞ്ഞുകൊണ്ട് എന്തോ സൂര്യൻ ദൈവം നിങ്ങളോട് ദേഷ്യത്തിലാണ്, നിങ്ങളോട് പിണങ്ങിയിരിക്കുന്നത്, അങ്ങനെ നിങ്ങൾ സൂര്യൻ്റെ വെള്ളം കൊടുക്കണം, അങ്ങനെ നമ്മൾ ചെയ്യിപ്പിച്ചു. പിന്നെ അവർ പറഞ്ഞ ഈ ദൈവത്തിൻ്റെ ഈ കോഴീൻ്റെ കറലൊക്കെ നമ്മൾ നോൺ വെജ് കഴിക്കില്ല, നോൺ വെജ് കഴിക്കുന്ന ആൾക്കാരുടെ വീട്ടിൽ പോകത്തില്ല, കല്ല് കുടിക്കുന്ന ആൾക്കാരുടെ വീട്ടിൽ പോകത്തില്ല, അവർ വീട്ടിൻ്റെ ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കത്തില്ല. അങ്ങനെ അവർ നമ്മളോട് പറഞ്ഞ ഈ കോഴീൻ്റെ കറൽ കൊണ്ട് വരാൻ. അങ്ങനെ നമ്മൾ ചിക്കൻ കഴിക്കാത്ത ആൾക്കാർ ഈ കോഴിക്കടയിൽ ചെന്ന് കറൽ വാങ്ങിക്കാൻ നമ്മളെ കൊണ്ട് അസാധ്യമുള്ള കാര്യം. അങ്ങനെ നമ്മൾ ദൂരിലിരുന്ന ആളിനെ വിളിച്ച് പറയും ഈ ഒരു സ്ഥലത്തിൽ ഈ സാധനം വെച്ചിട്ട് പോകാൻ, നമ്മൾ അവിടെ പൈസ വെച്ചിട്ട് പോകും. അങ്ങനെ ആൾ അവിടെ സാധനം വെച്ചിട്ട് പോകും, നമ്മൾ പൈസ വെച്ചിട്ട് ആ സാധനം എടുത്തിട്ട് പോകും. അങ്ങനെ നമ്മൾ എല്ലാം ചെയ്ത് നോക്കി, പക്ഷേ ഒരു മാറ്റം നമ്മളെ ലൈഫിൽ എന്താ വരുന്നില്ല. അപ്പോഴാണ് വേറൊരു മതൻ്റെ അടുത്ത് അന്വേഷിക്കാൻ പോയ സമയം അവർ പറഞ്ഞു, നിങ്ങൾ ഈ അവസ്ഥ ശരിയാകാൻ വേണ്ടി നിങ്ങൾക്ക് ചെയ്യാനുള്ളത് ഒരു കാര്യമേ ഉള്ളൂ. നിങ്ങൾ രാത്രി 12 മണിക്ക് നിങ്ങൾ രണ്ടാമത്തെ ആളിനെ കൊണ്ടുവരണം, അവിടെ കുളിപ്പിച്ച് ശുദ്ധീകരിച്ച് പുതിയ വസ്ത്രം ഇടും. അങ്ങനെ പോകുന്ന വഴിക്ക് ഒരു നദിവ് കാണും, അതിനെ തള്ളിയിട്ടിട്ട് പോയാണെങ്കിൽ നിങ്ങളെ അവസ്ഥയ്ക്ക് എല്ലാം ശരിയാകും. കാര്യം ഈ രണ്ടാമത്തെ മകൾ ജനിക്കുന്നത് എല്ലാ പിള്ളേരും ജനിക്കുന്നത് 9 മാസത്തിലാണ്, ഈ പൈതൽ ജനിച്ചത് 12ാം മാസത്തിലാണ്. അപ്പോൾ ഈ 12ാം മാസത്തിൽ ജനിക്കുമ്പോൾ അത് ഡോക്ടേഴ്സ് പറഞ്ഞിരിക്കുന്ന ഈ കുഞ്ഞ് ജീവനോട് കിട്ടത്തില്ല, മരിച്ച് കിട്ടും, അല്ലെങ്കിൽ അമ്മക്ക് എന്തൊക്കെ സംഭവിക്കും. പക്ഷേ ദൈവം സഹായിച്ച് പൈതലിനൊന്നും പറ്റിയില്ല, അമ്മയും ജീവിച്ചിരിക്കുന്നുണ്ട്. അങ്ങനെ ഇങ്ങനെ കിട്ടിയ സമയം 4.5 വയസ്സ് വരെ നടന്നില്ല. അപ്പോൾ ജനിച്ചപ്പോൾ ഈ കളറൊന്നും ഇല്ല, ഭയങ്കര കറുപ്പ്, ഒരു ഭയങ്കര നീല കളറായിരുന്നു, ഈ രക്തം ചത്ത് കിടക്കില്ല നമ്മളെ ശരീരത്തിൽ, അങ്ങനെ ഒരു കളറായിരുന്നു. അപ്പം അവർ പറഞ്ഞു ഇങ്ങനെയൊക്കെ ചെയ്യണം. അപ്പം ഇങ്ങനെ ചെയ്യാൻ വേണ്ടി അവർ പറഞ്ഞു. അപ്പോൾ രാത്രി കൊണ്ടുപോയി കുളിപ്പിച്ച് ശുദ്ധീകരിച്ച് പുതിയ വസ്ത്രമൊക്കെ ഇട്ടു. അങ്ങനെ ആ നദി വേണ്ടി അടുത്ത് കൊണ്ടുപോയി അതിനെ തള്ളിയിടാൻ വേണ്ടി കൈ ഉയർത്തപ്പോൾ ഈ കൈ മുന്നോട്ട് ചലിക്കുന്നില്ല. അപ്പം മനസ്സിൽ ഒരേ ഇങ്ങനെ ശബ്ദം കേട്ട് നമ്മൾ ഈ കുഞ്ഞിനെ കൊല്ലത്തില്ല, അങ്ങനെ എൻ്റെ പപ്പ പറഞ്ഞ വാക്ക്, നമ്മൾ കുഞ്ഞിനെ കൊല്ലത്തില്ല, നമ്മൾ വീട്ടിൽ കൊണ്ടുപോകാം, നമ്മളെ അവസ്ഥ ശരിയായെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ ഇവളെ കൊല്ലത്തില്ല. അങ്ങനെ പറഞ്ഞ ആ ഒരു മരണത്തിലേക്ക് ദൈവം പുറത്തു കൊണ്ടുവന്നത് വേറൊരു ആളുമില്ലാതെ ഞാൻ തന്നെയാണ്. അപ്പോൾ അങ്ങനെ എന്നെ കൊല്ലാൻ വേണ്ടിയൊക്കെ പല മതങ്ങളിലൊക്കെ പറഞ്ഞു, അവർ ചെയ്യാൻ വേണ്ടി ആഭിചാരം പറഞ്ഞു. അത് എല്ലാം ചെയ്തിട്ടും എൻ്റെ ലൈഫിൽ ഒരു മാറ്റമില്ല. അവർ പറഞ്ഞ് സമാധാനം കിട്ടാൻ വേണ്ടി എല്ലാ തിങ്കളാഴ്ച ഉപവസിക്കാന്ന്, അങ്ങനെ ചെയ്തിട്ടും നമ്മുടെ ലൈഫിൽ ഒരു മാറ്റില്ല. അങ്ങനെ മൊത്തത്തിൽ നമ്മൾ തകർന്നു പോയി. ഇനി മുന്നോട്ട് നമുക്കൊന്നും കാണുന്നില്ല, മൊത്തത്തിൽ നമുക്ക് മുന്നോട്ട് എന്തോ അന്ധകാരമാണ് കാണുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇനി മുന്നോട്ട് എങ്ങനെ ജീവിക്കണം നമുക്ക് ഒന്നുമില്ല. കാര്യം മൊത്തത്തിൽ ശൂന്യമായി, നമുക്ക് കിടക്കാനൊരു ഇതില്ല, നമ്മൾ ഇട്ടിരിക്കുന്ന വസ്ത്രം മാത്രമേ ഉള്ളൂ, കഴിച്ചിട്ടൊക്കെ നാളുകളായി. അങ്ങനെ നമ്മൾ ഇങ്ങനെ വളരെ മോശമുള്ള അവസ്ഥയിൽ നമ്മൾ ചിലപ്പോൾ ബസ് സ്റ്റാൻഡിൽ താമസിക്കണം, അല്ലെങ്കിൽ ഏത് വീട്ടിൻ്റെ മുറ്റത്തിൽ ഇങ്ങനെ തണലിൻ്റെ താഴെ താമസിക്കുന്ന റോഡ് സൈഡിൽ എവിടേക്കെങ്കിലും, അങ്ങനെ നമുക്ക് കിടക്കാനൊരു ഇതയില്ല. കാര്യം നമ്മൾ എല്ലാവരും നമ്മളെ ഒറ്റപ്പെട്ടാക്കിയതാണ്. അങ്ങനെ കാര്യം നമ്മൾ എൻ്റെ മമ്മീൻ്റെ വീട്ടുകാരെല്ലാവരും ഒത്തിരി വലിയ ആൾക്കാരുണ്ടെങ്കിലും പക്ഷേ അവർ നമ്മളെക്കുറിച്ച് അന്വേഷിക്കാനോ ജീവിച്ചിരിക്കുന്നോ മരിച്ചോ എവിടെയാണ് പോലും നമ്മളെ അന്വേഷിക്കാനോ ഒന്നിനും വന്നില്ല. അങ്ങനെ നമ്മളെ ഒത്തിരി തകർന്നു പോയ ഈ ഒരു അവസ്ഥയിൽ ഇനി നമുക്ക് എന്താ ചെയ്യണം മുന്നോട്ട് അറിയില്ല. അങ്ങനെ നമ്മൾ ഈ ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥ, ഒരു വിധു ആൻറ്റീൻ്റെ അവരെല്ലാം പശു വിട്ട് കഴിഞ്ഞു. അങ്ങനെ പശുത്തോട് വെറുതെയൊക്കെ എടുക്കുമായിരുന്നു. അപ്പോൾ ഈ വിധു ആൻറ്റി പറഞ്ഞു, നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, നിങ്ങൾ എൻ്റെ അവിടെ വന്ന് താമസിക്കുക, നിങ്ങളെ അങ്ങനെ റോഡ് സൈഡ് ഇങ്ങനെ പിള്ളേരെ കൊണ്ട് കിടക്കല്ലേ. അങ്ങനെ നമ്മളെ ആ പശുത്തോടി കൊണ്ടുപോയി നമ്മൾ അവിടെ ഏകദേശം 3-4 വർഷം നമ്മൾ ആ പശുത്തോടിയിൽ കിടന്നു. അങ്ങനെ ഒരു ദിവസം രാത്രി എൻ്റെ പപ്പ പറഞ്ഞു, ഇനി നമ്മളെ അവസ്ഥയ്ക്ക് ഒരു മാറ്റമില്ല. അങ്ങനെ നമ്മൾ മോശമായിക്കൊണ്ടിരിക്കുന്ന നമ്മൾ 3 മക്കളാണ്. അങ്ങനെ നമ്മൾ 3 മക്കളുടെ ഭാവി നഷ്ടപ്പെട്ടു പോയി. കാര്യം സ്കൂളിൽ കൊലപാതകൻ്റെ മക്കളാണ്, ഫീസ് അടിക്കാൻ പറ്റാതെ കൊണ്ട് നമ്മളെ സ്കൂളിൽ ഇറക്കി വിട്ടു. അങ്ങനെ നമ്മൾ 3 മക്കളിനെ ഇങ്ങനെ ഇറക്കി വിട്ട് നമ്മൾ ഇനി മുന്നോട്ട് നമുക്ക് ഒന്നും കാണുന്നില്ല, ഭയങ്കര പ്രശ്നമാണ്. അങ്ങനെ ഒരു ദിവസം രാത്രി എൻ്റെ പപ്പ മുട്ടിലിരുന്ന 2 കൈ സ്വർഗത്തിൽ ഉയർത്തി പറഞ്ഞ്, ഇനി ഏത് ദൈവമാണ് സത്യം എൻ്റെ മുന്നേ വരണം, അല്ലെങ്കിൽ നാളെ രാവിലെ ഞാൻ വിഷു വാങ്ങിച്ച് കഴിച്ച് മരിക്കും. ആ സമയം നമ്മളെ കയ്യിൽ ഒരു പായും ഒരു 10 രൂപ മാത്രമേ ഉണ്ടായിരുന്നു, അത് വിട്ട് നമ്മളെ കയ്യിൽ ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ അങ്ങനെ എൻ്റെ പപ്പ ഈ തീരുമാനം എടുത്ത സമയം അപ്പോൾ എൻ്റെ മമ്മി കേട്ട്, അപ്പം നമ്മൾ 3 മക്കൾ പറഞ്ഞ്, അങ്ങനെ 3 പേര് നമ്മൾ പപ്പമ്മയോട് പറഞ്ഞ്, നിങ്ങൾ മരിച്ചാണെങ്കിലും നമുക്ക് ആരും ഇല്ല, അപ്പം മരിച്ചാണെങ്കിൽ നമ്മൾ ഒരുമിച്ച് മരിക്കാം. അങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ച് നമ്മൾ രാത്രി കിടന്ന്
മാറ്റണം. പക്ഷെ നമ്മൾ രാവിലെ എണ്ണിക്കുന്നതിൻ്റെ മുന്നേ തന്നെ ദൈവത്തിൻ്റെ ഒരു ദാസനെ അയച്ചു. നമ്മൾ ഈ ഷോപ്പിംഗ് കോംപ്ലക്സ് ഉള്ള സമയം നമ്മൾ കടയിൽ സാധനം വാങ്ങിച്ചു പോകും, പക്ഷേ യേശുവിനെ കുറിച്ച് പറഞ്ഞില്ല. നമ്മളെല്ലാം തകർന്ന് നമ്മളെക്കുറിച്ച് അന്വേഷിച്ച് അതാ എവിടെ പോയത്, ആരോ പറഞ്ഞത് അവിടെ കിടക്കുന്നത് കൊണ്ട് അവർ നമ്മളെ അടുത്ത് വന്നു. അങ്ങനെ കഥ നോക്ക് ചെയ്ത് വെളുപ്പാ രാവിലെ ഒരു 5 മണിക്ക് ആ ദേവദാസൻ വന്നു. കഥ നോക്ക് ചെയ്ത് അങ്ങനെ അകത്ത് കയറിക്കോളാൻ ചോദിച്ചു. അകത്ത് കയറിയിട്ട് ചോദിച്ചു നിങ്ങൾക്ക് എന്താ പറ്റി. അങ്ങനെ 4-5 വട്ടം എടുത്ത് ചോദിച്ചപ്പോൾ എൻ്റെ പപ്പമ്മി പറഞ്ഞു ഒന്നും പറ്റിയില്ല. അപ്പം അവസാനം പിന്നെ അവർ ചോദിച്ചിരിക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്താ പറ്റി. അപ്പം എൻ്റെ പപ്പ പറഞ്ഞു നമ്മളിപ്പം മരിക്കാൻ വേണ്ടി പോകുന്നുണ്ട്, നമുക്ക് എല്ലാം തകർന്നു പോയി, ഇനി നമുക്കൊന്നുമില്ല, നമ്മളെ അവസ്ഥ ഇങ്ങനെ ആയിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ദേവദാസൻ പറഞ്ഞു നിങ്ങൾക്ക് യേശുവിനെ അറിയാവോ. അപ്പോൾ എൻ്റെ പപ്പമ്മി പറഞ്ഞു ആ പുള്ളിക്കാരനെ എവിടെയാണ് താമസിക്കുന്നത്, എന്താ ജോലിക്കാര്യം, നമ്മൾ കേട്ടിട്ടില്ലാത്ത ഒരു പുതിയ ഒരു പേരാണ്. നമ്മൾ കേട്ടിട്ടുണ്ട് ഹിന്ദു ഉണ്ട്, മുസ്ലിം ഉണ്ട്, സിഖ് ഉണ്ട്, ക്രിസ്ത്യൻസ് ഉണ്ട്. ഈ ക്രിസ്ത്യൻസിൻ്റെ ദൈവത്തിൻ്റെ പേര് യേശുവാണ് നമുക്കറിയില്ല. കാരണം നമ്മൾ പല മതങ്ങളുടെ അടുത്ത് പോയി ആ ദൈവങ്ങളുടെ പേര് ആദ്യമായിട്ടാണ് നമ്മൾ കേൾക്കുന്നത്. ഇന്നത്തെ 19 വർഷത്തിൻ്റെ മുന്നേ ഉള്ള കാര്യം, ഇപ്പോഴത്തേക്ക് യേശു ആണെങ്കിൽ എല്ലാവർക്കും അറിയാം, പക്ഷേ ഇന്നത്തെ 19 വർഷം മുന്നേ യേശു ആരാണ് എല്ലാവർക്കും അറിയില്ലായിരുന്നു. കാരണം ഇപ്പം മീഡിയ വഴി നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ പ്രാർത്ഥിക്കുന്നത്, നമ്മൾ ഉപവസിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ഇപ്പം എല്ലാ മീഡിയയിൽ എന്താണ് സോഷ്യലായിട്ടിരിക്കുന്നത്. അപ്പോൾ ആ സമയം ഇങ്ങനെ ദേവദാസൻ നമ്മൾ കളിയാക്കിയില്ല, ഒരു പുതിയ പേര് കേട്ടതുപോലെ എൻ്റെ പപ്പ ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ ദേവദാസൻ പറഞ്ഞ് യേശു ക്രിസ്തു സ്വർഗത്തിലാണ്, മരിച്ചു 3-ാമത്തെ ദിവസം എന്നിട്ട് അങ്ങനെ സ്വർഗത്തിലാണ്. ജോൺ ചാപ്റ്റർ 3:16 പറഞ്ഞു യേശു ക്രിസ്തു നിങ്ങൾക്ക് നിത്യയുടെ ജീവൻ തരാൻ വേണ്ടിയാണ്. അങ്ങനെ എൻ്റെ പപ്പമ്മി പറഞ്ഞു ഇനി നമ്മൾ നിങ്ങളുടെ ദൈവത്തിൻ്റെ കൊടുക്കാൻ വേണ്ടിയൊന്നുമില്ല. അപ്പോൾ ദേവദാസൻ പറഞ്ഞ് ദൈവത്തിന് ഒന്നും വേണ്ട, ദൈവത്തിന് നിങ്ങളെ മാത്രം മതിയാണ്. അങ്ങനെ ആ ദേവദാസ് പറഞ്ഞ ഒരു വാക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. എൻ്റെ പപ്പൻ പറഞ്ഞ ശരി നിങ്ങളും പ്രാർത്ഥിച്ചോളാം. അങ്ങനെ ആ ദേവദാസ് അപ്പോൾ തന്നെ മുട്ടിലിരുന്ന് നമുക്ക് വേണ്ടി കണ്ണുനീരായിട്ട് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച ആ പ്രാർത്ഥനയുടെ വിടുതലാണ് ഇന്ന് 19 വർഷമായിട്ട് നമ്മൾ യേശു ക്രിസ്തുവിനെ പിടിച്ച് നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെ ആ ദേവദാസ് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച ആ പ്രാർത്ഥന ശേഷം നമ്മുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങളൊക്കെ ഉണ്ടായി. എൻ്റെ പപ്പയ്ക്ക് ഒരു ജോലി കിട്ടി, അതിൽ കിട്ടുന്ന ശമ്പളത്തിലും എൻ്റെ പപ്പ അതിന് മാക്സിമം എങ്ങനെ നമ്മളെ പിള്ളേരെ പോറ്റി പുലർത്തി കാര്യങ്ങൾ മുന്നോട്ട് പോകണം, അങ്ങനെ മാക്സിമം നമുക്ക് വേണ്ടി എല്ലാം ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മളിങ്ങനെ വിശ്വാസത്തിലൊക്കെ ഇങ്ങനെ കയറി വന്ന സമയം എൻ്റെ മമ്മീൻ്റെ വീട്ടുകാരെല്ലാവരെയും അറിഞ്ഞു. അങ്ങനെ അവർ നമ്മളെ വിളിച്ചു. എൻ്റെ മമ്മീനെയും എന്നെ നമ്മൾ വീട്ടിൽ ഒരു 120-30 കിലോമീറ്റർ ദൂരെയായിട്ട് അവരെ നമ്മളെ വിളിച്ച് 40 പേര് ഒരുമിച്ച് കൂടി നടുവിൽ എൻ്റെ മമ്മീൻ്റെ ഇരുന്നപ്പോൾ ചോദിച്ച് ഈ കറുത്ത പുസ്തകത്തിൻ്റെ അടുത്ത് നിൻ്റെ ലൈഫിൽ മാറ്റാൻ. മമ്മി പറഞ്ഞു ഇത് മാറ്റത്തില്ല, ഇത് വിദേശി ആൾക്കാരുടെ ദൈവമായി, ഇത് താഴത്തെ ജാതിൻ്റെ ദൈവമാണ്, നമ്മുടെ ഇല്ല, നിനക്ക് വേണ്ടി നമ്മൾ ദൈവത്തിൻ്റെ മുന്നേ ചെന്ന് നേർച്ച കാഴ്ച വയ്ക്കാം, നിനക്ക് വേണ്ടി നമ്മൾ ക്ഷമ ചോദിക്കാം, നീ മടങ്ങി തിരിച്ചു വാ. അപ്പോൾ എൻ്റെ മമ്മി പറഞ്ഞ് ഞാനിനി മടങ്ങത്തില്ല, എൻ്റെ നേരാക്കിയത് ഈ ദൈവമാണ് ഇനി. അപ്പോൾ പറഞ്ഞാൽ മരിച്ചിരിക്കുന്ന അപ്പം നമ്മെ പറയും നമ്മൾ മോൾ കാണിച്ച് ഏറ്റവും വൃത്തികെട്ട പരിപാടിയാണ്, നമ്മൾ ആർക്കെ മുന്നേ തല കാണിച്ച് നടക്കാൻ പറ്റത്തില്ല. അപ്പോൾ എൻ്റെ മമ്മി പറഞ്ഞ് അവർ സ്വർഗത്തിൽ അവിടെ ഇരുന്ന് സന്തോഷിച്ച് കാണും, ഏതെങ്കിലും ഒരു കുഞ്ഞൊക്കെ രക്ഷപ്പെട്ടല്ലോ. അങ്ങനെ അവരെ പറഞ്ഞ് നീ മരിച്ച അപ്പം നമ്മേനെ കുറിച്ച് ഇങ്ങനെ ദോഷമായിട്ട് പറഞ്ഞുകൊണ്ട് നിനക്ക് നാടയില്ല പറഞ്ഞ് ആ 40 പേര് ഒരുമിച്ച് കൂടി എൻ്റെ മമ്മീനെ ഒത്തിരി ഉപദ്രവിച്ചു. അങ്ങനെ ആ സമയം എന്നെ എടുത്ത് മാറ്റിയതായിരുന്നു. അങ്ങനെ ആ സമയം എൻ്റെ മമ്മീനെ ഉപദ്രവിച്ച് എൻ്റെ മമ്മി കണ്ണുനീരായിട്ടൊക്കെ അവിടെ ഇരുന്നു. അപ്പം അവരെ പറഞ്ഞു ഇനി പറഞ്ഞ് നിനക്ക് മാറ്റമുണ്ട്. അപ്പം അവർ പറഞ്ഞു ഇവളോട് ചോദിക്കുക, ഇവളെ ഈ അമ്പലത്തിൻ്റെ പ്രസാദം കഴിക്കാതെ എന്താ. അങ്ങനെ അത് എടുത്ത് എൻ്റെ മമ്മീൻ്റെ വായിൽ കുത്തി കയറ്റി ഇങ്ങനെ അടിച്ചു കൊടുത്ത് പറഞ്ഞ് ഇത് കഴിക്കാൻ. എൻ്റെ മമ്മി കഴിച്ചില്ല. അപ്പോൾ പറഞ്ഞ് നിനക്ക് ഒരേ മാറ്റമില്ല, നിൻ്റെ വാക്കിനെ ഇച്ചിരി പോൽ താഴ്ചയില്ല. അപ്പം ഇനി മുതൽ ഒരേ കാര്യം നിന്നോട് പറയാം, ഇനി മുതൽ നമ്മൾ തമ്മിൽ ഒരു ബന്ധമില്ല. നീ ജനിച്ചാണെങ്കിൽ മരിച്ചാണെങ്കിലും, നിങ്ങൾ വീട്ടിൽ ആരെങ്കിലും ജനിച്ചാണെങ്കിൽ മരിച്ചാണെങ്കിൽ നമ്മൾ വീട്ടിൽ എന്തൊക്കെയുണ്ടെങ്കിലും ഇനി നിങ്ങൾ എങ്ങോട്ടില്ല, നമ്മൾ അങ്ങോട്ടില്ല. അന്ന് തീർന്നിരിക്കുന്ന ബന്ധം ഇതുവരെ തീർന്നിരിക്കുന്നു. പക്ഷേ അന്ന് തുടങ്ങിയിരിക്കുന്ന എൻ്റെ യേശുവോട് ബന്ധം ഇന്നും നിലനിർത്തിയിട്ടുണ്ട്. ഈ ലോകത്തിൽ നമ്മൾ എല്ലാവരും വിട്ടിട്ട് പോയാണെങ്കിലും പക്ഷെ ഒരിക്കലും കൈവിടാത്ത ഒരാളുണ്ടെങ്കിൽ അതായത് ജീവനുള്ള ക്രിസ്തുവാണ്. അങ്ങനെ ഒരിക്കലും നമ്മളെ കർത്താവ് നമ്മളെ കൈവിടത്തില്ല. അങ്ങനെ എൻ്റെ മമ്മി അവിടുത്തെ തിരിച്ചു വന്ന് പറഞ്ഞു കർത്താവ് ഇവരെ ക്ഷമിക്കണം, ഇവരെ അറിയില്ല, ഇവരെന്താ ചെയ്യണം, പക്ഷേ ഇവരെ രക്ഷയിൽ കൊണ്ടുവരണം. അങ്ങനെ ഇന്നത്തെ ഒരു 9-10 വർഷം മുന്നേ മമ്മീൻ്റെ അനീതി ഫാമിലി ആരെയും പ്രസാദെടുത്ത് എൻ്റെ മമ്മീൻ്റെ വായിൽ കുത്തിക്കെടുത്ത് അവർ ഇന്ന് വിശ്വാസത്തിലുണ്ട്. ദൈവമക്കളിന് ആരെ തൊട്ടാണെങ്കിൽ ദൈവം അതിൻ്റെ ഏർപ്പാട് ചെയ്തോളൂ. പക്ഷേ എൻ്റെ മമ്മി എതിരായിട്ട് പ്രാർത്ഥിച്ചില്ല,
അവരെ ക്ഷമിക്കാൻ, അവരെ വിശ്വാസത്തിൽ കൊണ്ടുവരാൻ വേണ്ടി അന്നും ഇന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ദൈവം അവരെ തൊട്ടു. അങ്ങനെ ദൈവം ഒരുപാട് നമ്മളെ സഹായിച്ചു. ഒരുപാട് പ്രതിസന്ധി നമ്മുടെ ലൈഫിൽ വന്ന് വിശ്വാസത്തിൽ വന്ന ശേഷം നമുക്ക് കഷ്ടത മാറിയില്ല, നമുക്ക് ബുദ്ധിമുട്ട് മാറി, ഇതെല്ലാം ഉണ്ടെങ്കിലും പക്ഷെ നമുക്കൊരു പ്രത്യാശ ഉണ്ട്. പക്ഷെ നമ്മൾ നേരത്തെ 19 വർഷം മുന്നേ നമ്മളെ പ്രത്യാശ മരണം മാത്രമേ ഉണ്ടായിരുന്നു. നമുക്ക് അവസാനം എന്താ നമ്മൾ കാണുന്നുണ്ട്, നമ്മളെ അവസ്ഥ ശരിയാകാൻ നമുക്ക് വേറൊന്നും കാണുന്നില്ല, മരണം മാത്രം മുന്നോട്ട് കാണുന്നത്. പക്ഷേ ഇപ്പം നമ്മളെ അവസ്ഥ ബുദ്ധിമുട്ടുണ്ടെങ്കിലും പക്ഷെ നമ്മൾക്ക് മുന്നോട്ടൊരു പ്രത്യാശ ഉണ്ട്, ഇതിൽ നമുക്കൊരു വിടുതൽ കിട്ടും. പക്ഷേ അന്ന് നമുക്ക് വിടുതലില്ല, മരണം കിട്ടിക്കൊണ്ട് ആ ഒരു ടെൻഡൻസിയാണ്. പക്ഷേ ഇന്ന് നമുക്ക് അതില്ല, നമുക്ക് സ്വർഗത്തിൽ പോകണം. ഈ കഷ്ടത ഇവിടെ ഉണ്ടെങ്കിലും പക്ഷേ ഇവിടെ സഹിക്കുന്ന കഷ്ടത ഇത് ഇവിടത്തേക്കുള്ളൂ. പക്ഷേ ഇവിടെ സഹിക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് സന്തോഷമുണ്ട്. ആ ഒരു പ്രത്യാശ, നമ്മൾ കർത്താവോട് സ്നേഹമുണ്ട്. കർത്താവ് നമ്മൾ ഇത്ര നാൾ നമ്മൾ സഹായിച്ചു. ഈ 19 വർഷത്തെ യാത്രയുടെ നടുവിൽ ഒരുപാട് നമുക്ക് പ്രതിസന്ധി, വേദന, ദുഃഖം, പ്രയാസം, പട്ടിണിയും എന്തെങ്കിലും നമുക്ക് വന്നു. പക്ഷേ അതിൽ നമ്മളെ ശരീരത്തിനെയും അല്ലെങ്കിൽ നമ്മൾ ഒന്നും നമുക്ക് എന്താണ് ദൈവം ദോഷമായിട്ടൊന്നും ചെയ്തില്ല. ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞ് നിനക്ക് എല്ലാം എന്താണ് നന്മയ്ക്ക് വേണ്ടിയാണ്. അപ്പോൾ എന്താ വന്നാണെങ്കിലും നമ്മൾ നന്ദിയോട് അതിന് എന്താണ് സ്വീകരിക്കുന്നതാണ്. അങ്ങനെ കർത്താവ് സഹായിച്ചു. എനിക്ക് എങ്ങനെ മലയാളം അറിയാം അതുകൂടെ പറയുന്നത് ഞാൻ ഇരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇന്ന് ഞാൻ ബാംഗ്ലൂരിലാണ് നഴ്സിംഗ് പഠിച്ച്. ഞാനും എൻ്റെ ചേച്ചി അവിടെയാണ് പഠിച്ച്, അന്യൻ പഞ്ചാബിൽ തന്നെയാണ് പഠിച്ചത്. അപ്പോൾ ആ ബാംഗ്ലൂരിൽ പോകുന്നത് ഞാൻ IPC ചർച്ചായിരുന്നു. IPC ഹാബ്രോണിലാണ് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ചർച്ചിൽ പോകുമ്പോൾ ഒരു വർഷം കണ്ടിന്യൂ ഞാൻ ആ ചർച്ചിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് അവിടെ ഒന്നും മനസ്സിലാവുന്നില്ല. ഫുൾ മലയാളമാണ്. മെസ്സേജ് ആണെങ്കിലും പ്രെയർ ആണെങ്കിലും പാട്ടാണെങ്കിലും ഫുൾ മലയാളം, ഹിന്ദിയോ ഇംഗ്ലീഷിൻ്റെ ഒരു വാക്ക് പോലും ഇല്ല. അങ്ങനെ എനിക്കൊന്നും മനസ്സിലാവാതെ കൊണ്ട് ഞാൻ അങ്ങനെ ഒരു ദിവസം തീരുമാനം എടുത്ത് എൻ്റെ മമ്മിയോട് പറഞ്ഞ് ഞാൻ കർത്താവിനെ വിടുന്നില്ല, പക്ഷേ ഞാൻ പള്ളിയിൽ പോയിട്ട് എനിക്ക് പ്രയോജനമില്ല, ചുമ്മാ 3 ബസ് മാറി എനിക്ക് അവിടെ പോകണം, ഭയങ്കര ക്ഷീണമാണ്. രാവിലെ 8 മണിക്ക് ഇറങ്ങുകയാണെങ്കിൽ വൈകുന്നേരം 4-5 മണിയാവും ഹോസ്റ്റലിൽ എത്താൻ. അങ്ങനെ ഞാൻ പോത്തില്ല. അങ്ങനെ ഞാൻ ഹോസ്റ്റലിൽ നിന്ന് തന്നെ പ്രാർത്ഥിച്ചോളാം, സ്വോത്രാഴ്ചയാണെങ്കിൽ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കയ്യിൽ കൊടുത്ത് വിടാം. അപ്പോൾ എൻ്റെ മമ്മി പറഞ്ഞ് നീ പ്രാർത്ഥിച്ച മതി, ദൈവത്തിൻ്റെ കൊണ്ട് ആ സാധ്യമൊന്നുമില്ല. അപ്പോൾ അന്ന് നിമിഷം മുതൽ ഈ നിമിഷം വരെ എനിക്ക് സഹായിച്ച എൻ്റെ കർത്താവ് മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ ഭാഷയിൽ പാടുവാനോ പ്രസംഗിക്കാനോ എല്ലാ കാര്യങ്ങളും എൻ്റെ കർത്താവാണ് എന്നെ സഹായിക്കുന്നത്. മനുഷ്യൻ്റെ ആശ്രയമില്ലാത്ത എൻ്റെ കർത്താവിനെ മാത്രം നോക്കിയത് കൊണ്ട് നിങ്ങളുടെ ഭാഷ എൻ്റെ കർത്താവിനെ സഹായിച്ചു. ഇതുവരെ എന്നെ കാത്തു സൂക്ഷിച്ചു. ഞാൻ പറയട്ടെ, നമ്മൾ കർത്താവോട് എന്താ ചോദിച്ചാണെങ്കിൽ കർത്താവ് നമുക്ക് തരും. പക്ഷേ അതിൻ്റെ പകരം നമ്മൾ വിശ്വസ്തനായിട്ട് കർത്താവോട് നിന്നാൽ മതി. നമ്മൾ കർത്താവോട് ആദ്യമുള്ള സ്നേഹം ഇന്നുമുള്ള സ്നേഹം ഒരേപോലെ ആയിട്ടിരിക്കണം. നമ്മൾ സ്നേഹം ഒരിക്കലും കർത്താവോട് തണുത്ത് പോകാൻ പാടില്ല. അങ്ങനെ കർത്താവ് നമ്മളെ സഹായിച്ചു. നിങ്ങൾ തുറന്നുമായിട്ടായി നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണം.